ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലൈഹി. നേരത്തെ നമ്മൾ ഹജ്ജിനെ പറ്റി പറഞ്ഞു. ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ഹജ്ജിന് പോകാനുള്ള പണം അവന്റെ ആവശ്യമായ വീടും പറമ്പും കഴിച്ചിട്ട് അവന്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ, അത്യാവശ്യമായ ചെലവിനുള്ളത് കഴിച്ചിട്ട് ഹജ്ജിന് പോയി വരാൻ ആവശ്യമായ വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻക്ക് ഹജ്ജ് നിർബന്ധമായി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയും അങ്ങനെ ആ വർഷം ഹജ്ജ് ചെയ്യാതെ പിന്നെ അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എന്നാലും അവന്റെ മേലെ ഹജ്ജ് നിർബന്ധമാണ്. അവൻ മരണപ്പെട്ടു പോയാലും ഹജ്ജ് നിർബന്ധമാണ്. കാരണം ഒരു വർഷം തന്നെ അവന്റെ അത്യാവശ്യം കഴിച്ചിട്ട് വീടും പറമ്പും സ്ഥലവും കഴിച്ചിട്ട് അപ്പുറത്ത് വേറെ അവന്റെ കയ്യിലുള്ള പണം, ഹജ്ജിന് പോകാൻ ആവശ്യമായ പണം ഉണ്ടായിരുന്നിട്ടും ഒരു വർഷം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അടുത്ത വർഷം അവൻ ആയപ്പോഴേക്ക് അവന്റെ ആ പൈസയും നഷ്ടപ്പെട്ടാലും അവൻക്ക് ഹജ്ജ് നിർബന്ധമായി പോയി. ഇനി എങ്ങനെയെങ്കിലും അവന് ഹജ്ജ് പോവൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ അവൻ മരണപ്പെട്ടാൽ അവന്റെ സമ്പത്തിൽ നിന്നും അവന്റെ മക്കൾ, അവന്റെ ആ വീട്, അവൻ മരണപ്പെട്ടതിന് ശേഷം അവന്റെ വീട് സമ്പത്ത് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് പിതാവിന്റെ ഹജ്ജ് വീട്ടിയതിനു ശേഷമേ ആ സമ്പത്ത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ. സമ്പത്തിൽ നിന്ന് ഹജ്ജിനുള്ളത് ബാക്കി മാറ്റിവെച്ച് ഹജ്ജ് ചെയ്യേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ കുറെ സ്വത്തുക്കൾ വേണമെന്നില്ല. ഇന്നിപ്പോൾ എത്ര ലക്ഷം വേണ്ടത്? 10 ലക്ഷമാണ് വേണ്ടതെങ്കിൽ 10 ലക്ഷം കയ്യിലുള്ളവൻ അവന്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് അവന്റെ ആവശ്യമായ വീടും പറമ്പും കഴിച്ചിട്ട് 10 ലക്ഷം കയ്യിലുള്ളവൻ, അതിന് അവന്റെ കച്ചവടത്തിനിട്ട 10 ലക്ഷമാണെങ്കിലും അവന്റെ ബിസിനസ്സിനുള്ള 10 ലക്ഷമാണെങ്കിലും അല്ലെങ്കിൽ അവന്റെ സ്വന്തം വീടും പറമ്പും കഴിച്ചിട്ട് അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം 10 ലക്ഷത്തിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ 8 ലക്ഷത്തിനോ എത്ര ലക്ഷം വേണ്ടത് ഹജ്ജിന് പോകാൻ ഇപ്പോൾ എന്നറിയില്ല, ആ ഹജ്ജിന് പോകാൻ ആവശ്യമായ സമ്പത്ത് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പ് വിറ്റിട്ട് ഹജ്ജിന് പോകേണ്ടതാണ്. അല്ലാതെ അവൻ ഹജ്ജിന് പോവാതെ പ്രായമാകുന്നത് വരെ ഇരുന്നു അങ്ങനെ അങ്ങ് മരണപ്പെട്ടാൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമായിരിക്കും. അല്ലാതെ കുറെ വലിയ മുതലാളിക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ, അംബാനി ആവണം ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ എന്ന് ആരും മനസ്സിലാക്കണ്ട. സ്വന്തം പാർക്കുന്ന വീടും അത് നല്ല വീടായിരിക്കണം, അനുയോജ്യമായൊരു വീട്, അനുയോജ്യമായൊരു പറമ്പ്, അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അവൻക്ക് ഹജ്ജിന് പോയി വരാൻ ആവശ്യമായ സമ്പത്ത്, അത് പറമ്പായാലും ബിസിനസ്സിലിട്ടതായാലും ബിസിനസ്സായാലും ബിസിനസ് വസ്തുക്കളായാലും അങ്ങനെ സ്വത്ത് ഹജ്ജിന് പോകാൻ ആവശ്യമായ സമ്പത്ത് വേറെയുണ്ടെങ്കിൽ അവൻ ഹജ്ജ് നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യാൻ ആ വർഷം അങ്ങനെ ഹജ്ജ് ചെയ്യാതിരുന്നാൽ ആ വർഷം ഹജ്ജ് നിർബന്ധമായി പോയി. ചെയ്യാതിരുന്നാൽ അവന്റെ മരണത്തിന് മുമ്പ് ഹജ്ജ് അവൻ വീട്ടേണ്ടതാണ്. വീട്ടാതെ അതിന് പൈസ ഇല്ലാതെയായാലും പൈസ നഷ്ടപ്പെട്ടു പോയാലും അവന്റെ ആ പണം എന്തായി? നേരത്തെ ഹജ്ജിന്റെ സമയത്ത് പണം ഉണ്ടായിരുന്നു, എക്സ്ട്രാ പണം, ഹജ്ജിന് പോകാനുള്ള പണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറമ്പുണ്ടായിരുന്നു. പിന്നീട് അവന് പിറ്റത്തെ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലങ്ങളിൽ ചെയ്യാന്ന് കരുതി, അപ്പോഴേക്കും പൈസയൊക്കെ നഷ്ടപ്പെട്ടു, ആ പൈസയൊക്കെ പോയി. ഇപ്പൊ ആകെ വീടും പറമ്പും തന്നെ ഉള്ളൂ, അവൻ പാർക്കുന്ന സ്ഥലമേ ഉള്ളൂ. എങ്കിലും അവൻ നേരത്തെ ഒരു വർഷം അവൻക്ക് പോകാനാവശ്യമായ സമ്പത്ത് ബാക്കി ഉണ്ടായിരിക്കെ പോവാത്തത് കൊണ്ട് അവൻ ഹജ്ജിന്റെ ബാധ്യത ഒഴിവാകുകയില്ല. അവൻ ഹജ്ജ് ചെയ്യൽ കടമയായി പോയി പരലോകത്ത് അവനെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ. മരണപ്പെട്ടു പോയാൽ അത് അവന്റെ അനന്തരാവകാശികൾ അതിൽ നിന്നും അവന്റെ മരണശേഷം അവന്റെ ആ സ്ഥലം ഓഹരി ചെയ്യുന്നതിന് മുമ്പ്, ഉള്ള സ്ഥലം ഓഹരി ചെയ്യുന്നതിന് മുമ്പ്, വീട് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് ഹജ്ജ് വീട്ടി കൊടുക്കേണ്ടതാണ്. എന്നാൽ ഉംറ അത്രയൊന്നും വേണ്ട, 10 ലക്ഷം ഒന്നും വേണ്ട. ഉംറ ചെയ്യാൻ 1 ലക്ഷത്തിന്റെ താഴെ മതി. അപ്പൊ ഒരാളുടെ പറമ്പ് സ്ഥലവും കഴിച്ചിട്ട്, ഒരാളുടെ പറമ്പ് സ്ഥലവും അവന്റെ ആവശ്യമായ ചെലവും കഴിച്ചിട്ട് അവൻക്ക് ഒരു 80-70 രൂപ അവന്റെ കയ്യിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം വിറ്റാൽ അവൻക്ക് 1 ലക്ഷത്തിന്റെ അടുത്ത് കിട്ടും, 70-80 കിട്ടുമെങ്കിൽ അവൻക്ക് ഉംറ ചെയ്യാൻ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടാകാൻ കാത്തു നിൽക്കേണ്ടതില്ല ഉംറ ചെയ്യാൻ. ചിലപ്പോൾ പലരും ഉംറ ചെയ്യൽ കടമയായ ധാരാളം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ
അങ്ങനെ കഴിവുള്ളവർ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഉംറയും ചെയ്തില്ല, ഹജ്ജും ചെയ്തില്ല. ഉംറ ചെയ്യാൻ കഴിവുള്ള ഉംറക്ക് പോകണം, ഹജ്ജിന് കാത്തിക്കേണ്ടതില്ല. ഉംറ ചെയ്യാൻ കഴിവുള്ളവർ ഉംറക്ക് പോകാതെ മരണപ്പെട്ടാൽ അവൻ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. അവൻ മരണപ്പെട്ട അനന്തരാവകാശികൾ അവന്റെ ഉംറ വീട്ടേണ്ടതാണ് അവന്റെ സ്വത്തിൽ നിന്നും എന്നുകൂടി മനസ്സിലാക്കുക. ഒരു വർഷമുണ്ടായാൽ തന്നെ ഉംറ കടമയായി. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നിർബന്ധമായും ചെയ്യണം. പിന്നീട് വരുന്ന വർഷങ്ങളിൽ ആ പൈസ അവനേക്ക് നഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ ആ 1,00,000 സ്ഥലം അവനക്ക് നഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ അവന്റെ ബിസിനസ് പിന്നീട് ഇല്ല നഷ്ടപ്പെട്ടാലും, ആ ഉംറയുടെ പൈസ നഷ്ടപ്പെട്ടാൽ 1 വർഷമുണ്ടായി കഴിഞ്ഞാൽ അവൻ അവിടെ ഉംറ ചെയ്യേണ്ടതാണ്, അവന്റെ കടമയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നാം ഓർമ്മിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.